أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. അൽഹംദുലില്ലാ, അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ നമ്മള് അള്ളാന്റെ കലാമായ ഖുർആനിക്ക് നല്ല രീതിയിൽ പാരായണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് അള്ളാന്റെ തൃപ്തിക്കാണ് എന്ന നെയ്യത്തിൽ മാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തആല നമ്മുടെ ഓരോ അമലുകളും ഇഖ്ലാസോട് കൂടി ഖാലിസായി അത് റബ്ബിന് വേണ്ടി മാത്രമുള്ളതാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ മുഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ലിസാനാണ് നിലവിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അതില് അവസാന ഭാഗമായിട്ടുള്ള ഖറഫുൽ ലിസാനിലെ 3 ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള ദാൽത്ത നമ്മൾ പഠിച്ചു അൽഹംദുലില്ലാ. രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടുള്ള സ്വാദ് സീൻ സയും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ഗ്രൂപ്പായിട്ടുള്ള എന്നുള്ള 3 അക്ഷരങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഖറഫുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റം. നാവിന്റെ അറ്റത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇപ്പം ഈ 3 അക്ഷരങ്ങൾ പറയുമ്പോൾ നാവിന്റെ അറ്റം എവിടെയാണ് തട്ടിക്കുന്നത്? നാവിന്റെ അറ്റം മുകളിലുള്ള 2 മുൻപല്ലുകളുടെ താഴ്ഭാഗത്ത്. നമ്മുടെ മുകളിലുള്ള 2 മുൻപല്ലുകളുടെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 3 അക്ഷരങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാവ് ടച്ച് ചെയ്യും. നാവിന്റെ അറ്റം എവിടെയാണ് തട്ടിക്കേണ്ടത്? മുകളിലുള്ള 2 മുൻപല്ലുകളുടെ താഴ്ഭാഗത്ത്. അവിടെ തട്ടിച്ചിട്ടാണ് പറയാ. ആദ്യത്തെ അക്ഷരമായ വ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് നാവിന്റെ ബാക്ക് സൈഡ് എന്താക്കണം? ഉയർത്തും. നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്ക. നാവിന്റെ അറ്റം മുകളിലുള്ള മുൻപല്ലിനാണ് തട്ടിക്കേണ്ടത്. താഴത്തെ മുൻപല്ലിന് എന്തില്ല? പ്രത്യേകിച്ച് പ്രഷറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. മുകളിലുള്ള 2 പല്ലുകൾക്ക് അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, നാവിന്റെ അറ്റം എന്ത് വേണം? ചെറിയ രീതിയിൽ പുറത്തേക്ക് വരണം. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നാവിന്റെ അറ്റം എന്തായിട്ടുണ്ട്? പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലത് നാവ് ഉള്ളിൽ വെച്ചിട്ടല്ല പറയേണ്ടത്, നാവിന്റെ അറ്റം പുറത്തേക്ക് വരണം ചെറിയ രീതിയിൽ. എന്നിട്ടാണ് അവിടെ തട്ടേണ്ടത്. അധികം ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു അക്ഷരമാണ് ലെറ്റർ പറയുമ്പോൾ എന്തൊക്കെ ലാ പറയും. ലാ അല്ല, ലാ എന്നുള്ള അക്ഷരം അറബി ഭാഷയിൽ ഇല്ല. ലാ അല്ല, നാവിന്റെ അറ്റം പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ. ഇനി പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? പറയുമ്പോ കാറ്റ് പുറത്തേക്ക് വരൂല. എന്തിന്റെ അക്ഷരാണ്? ജഹറിന്റെ അക്ഷരാണ്. എയർ പുറത്തേക്ക് വരരുത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്ക. അതുപോലെ തന്നെ എന്തിന്റെ അക്ഷരാണ്? റഹാവയുടെ ലെറ്ററാണ്. അഥവാ സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് പോകും പറയും. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. കാറ്റ് പുറത്ത് പോയില്ല, എന്നാൽ സൗണ്ട് പുറത്തേക്ക് പോകും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പറയുമ്പം നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഹെവി ലെറ്ററാണ്. ഇസ്തിഅലാഇന്റെ അക്ഷരാണ്, ഉയർത്തി പറയുന്ന അക്ഷരാണ്. അതേപോലെ നമ്മൾ ഇൻഫിതാഹും ഇത്ബാഖും പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ്? എന്നുള്ളത് ഇത്ബാഖിന്റെ അക്ഷരാണ്. കാരണം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗവും ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗണ്ട് അവിടെ ഒരു കംപ്രസ് ആയിട്ട് കുടുങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് എന്നുള്ളത് ഇത്ബാഖിന്റെ അക്ഷരമാണ്. ഇത്ബാഖിന്റെ 4 അക്ഷരങ്ങളാണ്. ഇതോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്തു. അഥവാ ഓക്കെ, ഈ 4 അക്ഷരങ്ങളാണ് ഇത്ബാഖിന്റെ അക്ഷരം. അതിന്റെ ഒപ്പം എന്താണ് ഈ അക്ഷരങ്ങള്?
ഹെവി ലെറ്റേഴ്സ് ആണ്, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ ഇത് കൂടാതെ വേറെ 3 അക്ഷരങ്ങൾ കൂടെ ഉണ്ട്. ഖ, ഖാഫ്, ഗൈ. ഈ 3 അക്ഷരം എന്തിന്റെ അക്ഷരമല്ല? ഇഖ്ബാഖിന്റെ അക്ഷരമല്ല, പക്ഷെ ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഓക്കെ, മനസ്സിലാവുന്നവർ മാത്രം ഇത് എടുത്താൽ മതി, അല്ലാത്തവര് അതെന്താ ഇഗ്നോർ ചെയ്യുക. അക്ഷരത്തെ കുറിച്ച് മാത്രം മനസ്സിലാക്കുക. ഈ അക്ഷരം എന്താണ്? ഉയർത്തി പറയേണ്ട അക്ഷരമാണ്. നാവിന്റെ അറ്റം, ടിപ്പ് ഓഫ് ദ ടങ്, തൊറഫുൽ ലിസാൻ എവിടെ തട്ടിക്കണം? മുകളിലുള്ള 2 പല്ലിന്റെ താഴ്ഭാഗത്ത്, അഥവാ നാവിന്റെ അറ്റം പുറത്തേക്ക് വരണം. ഓക്കെ, അവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്. നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തിയിട്ടാണ് പറയാം. ഓക്കെ, ഒക്കെ ഉള്ള ആണ്. അടുത്ത അക്ഷരമായിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെയാണ്, സെയിം സ്ഥലമാണ്. നാവിന്റെ അറ്റം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? മുകളിലുള്ള 2 മുൻപല്ലുകളുടെ താഴ്ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. വ്യത്യാസം എന്താണ്? നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തുന്നില്ല. ലൈറ്റ് ലെറ്റർ ആണ് ദാല്. പറയരുത്. അതാണ് ദാല്. അപ്പൊ അത് ശ്രദ്ധിക്കാം. ദാല് പറഞ്ഞ പോലെ തന്നെയാണ്. എന്ത്? ദാല് എയർ പുറത്ത് പോയില്ല, സൗണ്ട് പുറത്തേക്ക് പോവും. പിന്നെ വ്യത്യാസം എന്താണ്? ദാല് നാവിന്റെ പൊസിഷൻ നോക്കിയാൽ കാണാൻ പറ്റും, നാവ് ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫിതാഹ് ആണ്, ഇസ്തിഫാൽ ആണ്. ലൈറ്റ് ലെറ്റർ ആണ്, ഓപ്പൺ ചെയ്തിട്ട് പറയേണ്ട ലെറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ആയിട്ടുള്ള സ എന്നുള്ള അക്ഷരം അതേ സ്ഥലത്ത് തന്നെയാണ്. നാവിന്റെ അറ്റം മുകളിലെ പല്ലിന്റെ താഴ്ഭാഗത്ത് ടച്ച് ചെയ്തിട്ടാണ് സ പറയുന്നത്. എസ്. ഓക്കെ, ഇവിടെയാണ് ഇതിന്റെ വ്യത്യാസം. നേരത്തെ വോയും ദാലും നോക്കിയപ്പോഴുള്ള വ്യത്യാസം എന്തായിരുന്നു? വോ ഹെവി ലെറ്റർ ആണ്, ദാല് ലൈറ്റ് ലെറ്റർ ആണ്. ഇനി ദാല് നോക്കുമ്പോ എന്താണ്? രണ്ടും ലൈറ്റ് ലെറ്റേഴ്സ് ആണ്. അപ്പൊ പിന്നെ ഇത് രണ്ടിനും വ്യത്യസ്തപ്പെടുത്തുന്ന സിഫത്ത് എവിടെയാണ്? അവിടെയാണ് വ്യത്യാസം. സ എന്നുള്ളത് എയർ, കാറ്റ് പുറത്തേക്ക് പോകുന്ന അക്ഷരാണ്. അഥവാ എസ് നല്ലപോലെ എയർ പുറത്തേക്ക് പോകും. ബാക്കിയെല്ലാം ദാലും സായും എന്താണ്? സെയിം ആണ്. റഹാബയുടെ ലെറ്റർ ആണ്, അതുപോലെ തന്നെ ലൈറ്റ് ലെറ്റേഴ്സ് ആണ്, ഇൻഫിതാഹിന്റെ അക്ഷരാണ്. പക്ഷെ ദാല് എയർ പുറത്തു പോയില്ല, സ എയർ പുറത്തു പോകും. അതാണ് ദാലും സായും തമ്മിലുള്ള വ്യത്യാസം. ഈ 3 അക്ഷരങ്ങളും പറയുന്നത് എവിടുന്നാണ്? നാവിന്റെ അറ്റം മുകളിലുള്ള പല്ലിന്റെ താഴ്ഭാഗത്ത് ടച്ച് ചെയ്യുക. അഥവാ നാവിന്റെ അറ്റം എന്ത് വേണം? പുറത്തേക്ക് വരണം. മുകളിലുള്ള പല്ലിനാണ് ടച്ച് ചെയ്യേണ്ടത്. ശ്രദ്ധിക്ക, ലൈറ്റ് ലെറ്റേഴ്സ് ആണ്, ഹെവി ലെറ്റർ ആണ്. അപ്പൊ നാവിന്റെ ബാക്ക് സൈഡ് ഉയർത്തണം. ഇതാണ് ഈ 3 അക്ഷരങ്ങളുടെ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത്. 3 അക്ഷരം നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ്? യും ദാലും ജഹറാണ്, ഹംസാണ്. എല്ലാ അക്ഷരങ്ങളും ഒരിത് അധികമായി പോയതാണ്. 3 അക്ഷരങ്ങളും എന്താണ്? റഖാവയുടെ ലെറ്റർ ആണ്. അതുപോലെ തന്നെ ഇസ്തിഅലാണ്, സായും ദാലും ഇസ്തിഫാലാണ്. ഓക്കെ, പിന്നെ ഇത്ബാഖ് ഇൻഫിതാഹ് നോക്കുകയാണെങ്കിൽ ഇത്ബാഖ് ആണ്, സായും ദാലും ഇൻഫിതാഹ്. ഇത്രയാണ് ഈ അക്ഷരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് അൽ ലിസാൻ എന്ന വീടിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അഥവാ നമ്മൾ പഠിച്ചു മഖാരിജുൽ ഹുറൂഫ് എന്നുള്ളത് എന്താണ്? 5 പ്രധാനപ്പെട്ട വീടുകളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വീടായിട്ടുള്ള അൽ ജൗഫ്, അവിടുന്ന് മദ്ദിന്റെ അക്ഷരങ്ങളാണ്, പ്രത്യേക റൂമുകളൊന്നുമില്ല. മഖ്റജ് മുഖദ്ദറാണ്, ഏകദേശമായ മഖ്റജ് ആണ്. അവിടുന്ന് അലിഫ് മദ്ദിയ, വ മദ്ദിയ, യാ മദ്ദിയ ആണ് വരുന്നത്, നമ്മൾ മനസ്സിലാക്കി. പിന്നെ അൽ ഹൽഖാണ്, ആ വീട്ടില് 3 ഫ്ലോർ ഉണ്ട്, 3 റൂം ഉണ്ട്, 6 അക്ഷരങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കി. ഒരു റൂം 2 അക്ഷരാണ്. അതിനാൽ അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ ഏറ്റവും താഴെ ഭാഗം, ഹംസ ഹ, തൊണ്ടയുടെ മിഡിൽ വസത്തുൽ ഹൽഖ് ഐൻ ഹ, തൊണ്ടയുടെ ഇങ്ങേയറ്റം അല്ലെങ്കിൽ മുകൾ ഭാഗത്തുനിന്ന് ടോപ്പ് ഭാഗത്തുനിന്ന് അതിനാൽ ഹൽഖ് ഖൈൻ ഖ. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് അൽ ലിസാൻ ആണ്, അഥവാ മൂന്നാമത്തെ വീടായിട്ടുള്ള നാവ്. നാവിൽ നിന്നും 18 അക്ഷരങ്ങളും 10 മഖ്റജാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ നാവിന്റെ 4 ഭാഗങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അതിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള അഖ്സൽ ലിസാൻ അഥവാ ആദ്യത്തെ ഫ്ലോർ ആയിട്ടുള്ള അഖ്സൽ ലിസാനില് 2 റൂമുണ്ട്, 2 ലെറ്റേഴ്സ് ഉണ്ട്. ഓരോ ലെറ്ററിനും ഓരോ റൂമാണ്. ഖാഫും കാഫും. ഖാഫ് അങ്ങേയറ്റം സോഫ്റ്റ് പാലറ്റ്, കാഫ് അങ്ങേയറ്റം ഇവിടെ ഹാർഡ് പാലറ്റ് ചെയ്തു. പിന്നെ വസത്തുൽ ലിസാൻ എന്നുള്ള ഫ്ലോറിലേക്ക് പോകുന്നു. അവിടെ ഒരു റൂമാണ്, 3 അക്ഷരം. 3 അക്ഷരങ്ങൾ ഒരേ സ്ഥലത്തു നിന്നാണ് നാവിന്റെ മിഡിൽ ഭാഗം അതിന്റെ നേരെ മുകൾ ഭാഗത്ത് ടച്ച് ചെയ്യാം. പക്ഷെ ഡിഫറൻസ് എന്താണ്? ജീമു പറയുമ്പോൾ കംപ്ലീറ്റ്ലി ടച്ച് ആയിരിക്കും, മഹ്റജ് അടഞ്ഞിട്ടാണ് ഉണ്ടായിരിക, സൗണ്ട് പുറത്തു പോയില്ല. ഷീൻ പറയുമ്പോൾ ജീമിനേക്കാൾ ഓപ്പൺ ആവും, യാ പറയുമ്പോൾ ഷീനിനേക്കാൾ ഓപ്പൺ ആവും. ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതാണ് അതിനുള്ള വ്യത്യാസം. അതിന്റെ സിഫത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാഫത്തുൽ ലിസാൻ എന്നുള്ള ഫ്ലോറിലേക്കാണ് നമ്മൾ പോയത്, അഥവാ നാവിന്റെ സൈഡ്. നാവിന്റെ സൈഡിൽ നിന്നും 2 ലെറ്റേഴ്സ് ആണ്, 2 റൂമാണ്, ബോദും ലാമും. ബോദ് നാവിന്റെ അങ്ങേ അഥവാ അജിന ഹാഫത്തുൽ ലിസാൻ ബാക്കിലുള്ള സൈഡാണ്. ലാം നാവിന്റെ ഫ്രണ്ടിലുള്ള വശാണ് യൂസ് ചെയ്യുന്നത്. വാദ് അഖ്സ ഹാഫത്തുൽ ലിസാനും ലാം അദ്ന ഹാഫത്തുൽ ലിസാനും. ഓക്കെ, വാദ് പറയുമ്പോൾ നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ആ ഭാഗത്തുള്ള അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് പറയേണ്ടത്. 3 രീതിയിൽ നമുക്ക് പറയാം. 2 സൈഡ് യൂസ് ചെയ്തിട്ട് പറയാം, റൈറ്റ് ഓർ ലെഫ്റ്റ് യൂസ് ചെയ്തിട്ട് പറയാം. ലാം ആവുമ്പോൾ എന്താണ്? നാവിന്റെ മുന്നിലുള്ള വശം മുന്നിലുള്ള 8 പല്ലുകൾക്ക് തട്ടിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ അടുത്ത ഭാഗമായിട്ടുള്ള തൊറഫുൽ ലിസാനാണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും 11 അക്ഷരങ്ങൾ വരുന്നുണ്ട്, 5 സ്ഥലങ്ങളാണ്. റോ, നൂൻ എന്നുള്ളത് രണ്ടും സെപ്പറേറ്റ് സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. നൂന് നാവിന്റെ അറ്റം മുന്നിലുള്ള 2 പല്ലിന്റെ ആ ഒരു ഭാഗത്താണ് ടച്ച് ചെയ്യുന്നത്. റോയും ഏകദേശം ആ ഒരു ഭാഗത്തിനാണ്, നൂനിനേക്കാളും കുറച്ച് പുറകിലായിരിക്കും. അതിനൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ സിഫാത്തുകളും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ നമ്മൾ എന്നുള്ള 3 ലെറ്റേഴ്സ് ആണ് തൊറഫുൽ ലിസാൻ എന്ന് പഠിച്ച 9 ലെറ്റേഴ്സ് 3 ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിച്ചു. നാവിന്റെ അറ്റം മുന്നിലുള്ള 2 പല്ലിന്റെ റൂട്ട് ഗം ലൈൻ അല്ലെങ്കിൽ പല്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നാണ് വരുന്നത്. അതിൽ ഹെവി ലെറ്റർ ആണ്. അതുപോലെ തന്നെ സീൻ സോദ് എന്നുള്ളത് നാവിന്റെ അറ്റം തൊറഫുൽ ലിസാൻ താഴത്തെ മുൻപല്ലിന്റെ ഉൾഭാഗത്ത് ടച്ച് ചെയ്തിട്ടാണ് പറയേണ്ടത്. നാവിന്റെ 2 പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോകുക. അതിൽ സ്വാദ് ഹെവി ലെറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ലെറ്റേഴ്സിന് ഒരു സ്പെഷ്യൽ സ്ലിഫർ ഉണ്ട്, സൊഫിയർ ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഈ 3 ലെറ്റേഴ്സും നാവിന്റെ അറ്റം മുകളിലുള്ള മുൻപല്ലിന്റെ അടിഭാഗത്ത് അഥവാ താഴ്ഭാഗത്ത് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പറയാ നാവിന്റെ അറ്റം പുറത്തേക്ക് വരുന്നത്. ഇതിൽ ലോ എന്നുള്ളത് ഹെവി ലെറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മഖാരിജുൽ ഹുറൂഫിൽ ഇതുവരെയും നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ അടുത്തൊരു റൂം കൂടാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള അൽ ഖൈശൂം എന്നുള്ള ഭാഗം എന്തില്ല, അവിടുന്ന് പ്രത്യേകിച്ച് അക്ഷരങ്ങളൊന്നും വരാനില്ല. ഇൻഷാ അല്ലാഹ് ആ ഒരു പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ. ഇനി ഷഫത്താൻ അഥവാ 2 ചുണ്ടുകളാണ് വരുന്നത്. ചുണ്ടിൽ നിന്നും 4 അക്ഷരങ്ങൾ വരുന്നുണ്ട്, അഥവാ 4 അക്ഷരങ്ങളുണ്ട്, 4 ആൾക്കാരുണ്ട്, എന്നാൽ 2 റൂമാണ് ഉള്ളത്. ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരാളും മറ്റേ റൂമിൽ 3 ആൾക്കാർ ഒരുമിച്ചാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ ചെറിയൊരു മഖ്റജാണ്. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം ഖൈശൂമ് കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്ത് നമ്മുടെ മഖാരിജുൽ ഹുറൂഫിന്റെ കംപ്ലീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ് ബിഇസ്നില്ലാ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് പഠിച്ചതിനേക്കാളും കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാകുമുല്ലാഹു ഖൈറൻ. ബറകല്ലാഹു ഫീക്കും. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه الغفور الرحيم. السلام عليكم ورحمة الله وبركاته.